PSC നിയമനങ്ങളുടെ എണ്ണം കുറച്ച് സർക്കാർ തല്ലിക്കെടുത്തുന്നത് ആയിരങ്ങളുടെ പ്രതീക്ഷകൾ. സർക്കാരിന്റെ ഈ അപ്രഖ്യാപിത നിയമന നിരോധനത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. വെൽക്കം ടു വിവേക്സ് വ്യൂസ്. കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ നിരവധി ചെറുപ്പക്കാരിൽ നിന്ന് രാവും പകലും കഷ്ടപ്പെട്ട് പഠിച്ച് PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് പേരുടെ പ്രതിനിധികളാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് റാങ്ക് പട്ടികയിലെ 1ാം റാങ്കുകാരി നീനുവും അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിലോസഫി റാങ്ക് പട്ടികയിലെ 1ാം റാങ്കുകാരി സരസ്വതിയും. മാർക്ക് ലിസ്റ്റ് തിരുത്താനോ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനോ പോകാതെ പഠിച്ച് ജയിച്ചവരുടെ പ്രതിനിധികൾ. റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്തിയിട്ടും നിയമനം ലഭിക്കാത്തവർ. മുൻപ് 100 കണക്കിന് നിയമനങ്ങൾ പോലും നടന്നിരുന്ന ലിസ്റ്റുകളിൽ നിന്ന് ഒരു നിയമനം പോലും നടത്താത്ത സർക്കാർ നിലപാടാണ് നീനുവിനെയും സരസ്വതിയെയും പോലുള്ള ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തുന്നത്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറാൻ നീനുവിന്റെ മുമ്പിൽ ഒരു വെട്ടം തെളിഞ്ഞിരുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് റാങ്ക് പട്ടികയിലെ 1ാം സ്ഥാനം. എന്നാൽ റാങ്ക് പട്ടിക നിലവിൽ വന്ന് 2 വർഷമായിട്ടും നിയമനം ലഭിക്കാതെ ആ പ്രകാശത്തിന്റെ തിരിനാളം അണഞ്ഞു പോകുമോ എന്ന ആശങ്കയിലാണ് നീനു ഇപ്പോൾ. മുൻ പട്ടികയിൽ നിന്ന് 150 പേർക്ക് വരെ നിയമനം ലഭിച്ച സ്ഥാനത്താണ് ഇന്ന് 1ാം റാങ്കുകാരിക്ക് പോലും നിയമനം കിട്ടാത്ത അവസ്ഥ. നിയമനത്തിന് വിജ്ഞാപനം വന്ന സമയത്ത് കോഴിക്കോട്ടുകാരിയായ നീനു കുടുംബ കോടതി കയറിയിറങ്ങുകയായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ വിവാഹിതയായ നീനുവിന് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് കുടുംബ പ്രശ്നം രൂക്ഷമാക്കിയത്. കൂലിപ്പണിക്കാരനായ അച്ഛൻ, വീട്ടുജോലിക്കാരിയായ അമ്മ, 2 സഹോദരിമാർ, കുഞ്ഞ് ഇവർക്കെല്ലാം തുണയാകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കോടതി വരാന്തകളിൽ ഇരുന്നാണ് നീനു പഠിച്ചത്. പഠിച്ച് 1ാം റാങ്കുകാരിയുമായി. അപ്പോൾ 6 മാസത്തിനുള്ളിൽ നിയമനം കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇന്ന് ആ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. എല്ലാ മാസവും തിരുവനന്തപുരത്തേക്ക് പോകും. എന്തിനാണ് കയ്യിലെ കാശ് മുടക്കി എല്ലാ മാസവും ഇങ്ങനെ വരുന്നതെന്നാണ് അധികൃതർ ചോദിക്കുന്നത്. മന്ത്രി ബിന്ദുവിനെയും കണ്ടിരുന്നു. തനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ നിവർത്തിയില്ലെന്നാണ് അവരും പറയുന്നത്. ആ മറുപടി കേട്ട് നിരാശയോടുകൂടി മടങ്ങും. കേസിനോട് പോകാൻ പലരും പറഞ്ഞെങ്കിലും അതിനുള്ള സാമ്പത്തിക സ്ഥിതി നീനുവിനില്ല. ഇത്രയും നാൾ PhD ചെയ്യുന്നതിന്റെ സ്റ്റൈഫൻഡ് കിട്ടുമായിരുന്നതുകൊണ്ട് അത്ര പ്രശ്നങ്ങളില്ലാതെയാണ് മുമ്പോട്ട് പോയത്. എന്നാൽ അടുത്ത മാസത്തോടുകൂടി അതും നിലയ്ക്കുമ്പോൾ നീനുവിന്റെ മുൻപിൽ ഒരു ചോദ്യചിഹ്നം ഉണ്ടാവുകയാണ്. തിരുവനന്തപുരം സ്വദേശിയായ സരസ്വതിക്കും സമാനമായ അനുഭവം തന്നെയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിലോസഫി റാങ്ക് പട്ടികയിലെ 1ാം സ്ഥാനക്കാരിയാണ് സരസ്വതി. സരസ്വതി കോടതി വരെ കയറി, പക്ഷേ നിരാശയാണ് ഫലം. കാരണം തീരുമാനം നീളുകയാണ്. എന്നാൽ ഒഴിവില്ല എന്നുള്ള സർക്കാരിന്റെ സ്ഥിരം പല്ലവി സരസ്വതിയുടെ കാര്യത്തിൽ ബാധകമാവില്ല. കാരണം പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിലവിൽ 2 വേക്കൻസിയാണ് ഈ പോസ്റ്റിനുള്ളത്. അപ്പോഴാണ് സർക്കാർ ആ ഒഴിവെല്ലാം പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. 47 പേരാണ് ഈ ഫിലോസഫി അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഭിന്നശേഷിക്കാരനായ ഒരാളെ മാത്രമാണ് നാളിതുവരെ നിയമിച്ചിട്ടുള്ളത്. നീനുവിന്റെയും സരസ്വതിയുടെയും കാര്യത്തിൽ മാത്രമല്ല സർക്കാർ ഈ അനിശ്ചിതത്വത്തിന്റെ ചോദ്യം ഉയർത്തുന്നത്. അനേകായിരം പേർ വേറെയുമുണ്ട്. അവർക്കൊന്നും നിയമനം നൽകാതെ രാഷ്ട്രീയ കളി കളിച്ച് പാർട്ടിക്കാർക്കായി താൽക്കാലിക തസ്തികകൾ സൃഷ്ടിച്ച് അല്ലെങ്കിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്തി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പോലുമല്ല, താൽക്കാലികക്കാരായ രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റാൻ വേണ്ടിയാണ് സർക്കാർ ഈ കളി കളിക്കുന്നത്. ഇതൊക്കെ അനേകായിരം പേരുടെ മാത്രമല്ല അവരുടെയൊക്കെ കുടുംബങ്ങളുടെ പ്രതീക്ഷയും കളയുന്ന ഏർപ്പാടാണ്. 1ാം പിണറായി സർക്കാരിന്റെ അവസാന വർഷമാണ് PSC ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം തുടങ്ങിയത്. അന്ന് എല്ലാ റാങ്ക് പട്ടികയിലും ഉൾപ്പെട്ടവർക്കുള്ള ഒരു മറുപടിയാണ് സർക്കാർ നൽകിയത്. റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ടായിരുന്നു ആ സർക്കാരിന്റെ കടും വെട്ടിയുള്ള മറുപടി. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് പേർക്ക് പ്രതീക്ഷ വരുന്നതെന്നും സമരങ്ങളൊക്കെ കൂടുന്നത് എന്നായിരുന്നു സർക്കാരിന്റെ ന്യായീകരണം. അപ്പോൾ അതിനുശേഷം അന്നുള്ളതിൻ്റെ ഒരു 50%, ഒരു പകുതി മാത്രമുള്ള ഒരു ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ നിന്ന് മിക്കതിലും നിയമനം കിട്ടുന്നതാകട്ടെ അതിൻ്റെ പകുതി പേർക്ക് മാത്രമാണ്. ചില തസ്തികകളിൽ വെറും 10% നിയമനം മാത്രമാണ് നടന്നിട്ടുള്ളത്. ഒരു നിയമനം പോലും നടക്കാത്ത തസ്തികകളും ഒരുപാടുണ്ട്. മിക്കവാറും RTA ഒക്കെ ഉദ്യോഗാർത്ഥികൾ ഫയൽ ചെയ്ത് അതൊക്കെ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങളൊക്കെ തേടി കറക്റ്റായിട്ട് അവർ മനസ്സിലാക്കിയ ശേഷം അതും വെച്ച് അവർ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ്, അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ MLA മാരെ വരെ സ്വാധീനിച്ച് ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് കുറച്ചൊഴിവുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ് LDC. അതിൻ്റെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളുടെ ഒരു നിയമന ശുപാർശകളുടെ എണ്ണം പരിശോധിച്ചാൽ തന്നെ നിയമന മുരടിപ്പ് മനസ്സിലാവും. 2010 ലിസ്റ്റിൽ നിന്ന് 15,000 പേർക്കാണ് അഡ്വൈസ് അയച്ചതെങ്കിൽ 2013 ആയപ്പോഴത്തേക്ക് അത് 12,000 കുറഞ്ഞു. 2016 ഇതേ 12,000 പേർക്ക് അയച്ചിട്ടുണ്ട്. എന്നാൽ 2019 വന്ന ലിസ്റ്റിൽ നിന്ന് വെറും 7,000 പേർക്ക് മാത്രമാണ് നിയമനം കിട്ടിയത്. മറ്റൊരു സുപ്രധാന തസ്തിക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പേർക്ക് നിയമനം കിട്ടുന്ന ഒരു തസ്തികയായ LGS, ലാസ്റ്റ് ഗ്രേഡ് സർവൻസിലും ഈ കടുംവെട്ട് നടന്നതായിട്ട് കാണാം. 2018 ലിസ്റ്റിൽ നിന്ന് 15,000 പേർക്ക് നിയമനം ലഭിച്ചപ്പോഴത്തേക്ക് 2022 വന്ന ലാസ്റ്റ് ലിസ്റ്റ്, അവസാനത്തെ ലിസ്റ്റിൽ നിന്ന് വെറും 6,000 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. നിയമനം വൈകിപ്പിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രങ്ങളാണ് ഇതിന് പിന്നിലുള്ള ഒരു കാരണം.
അത് പല വഴികളിലൂടെയാണ് സർക്കാർ അത് നടപ്പിലാക്കിയെടുക്കുന്നത്. ആദ്യത്തേതാണ് ഈ പ്രിലിമിനറി മെയിൻസ് ഒരു പരിഷ്കരണം. അപ്പോൾ എല്ലാവരും 2 പരീക്ഷ വീതം എഴുതേണ്ടി വരികയാണ്. അങ്ങനെ തന്നെ ഇതിൽ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കുറയ്ക്കാനും അല്ലെങ്കിൽ പിന്നെ പരിഗണിക്കപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഒരു ചുരുങ്ങിയ ലിസ്റ്റിൽ മലപ്പുറത്തിന്റെ കേസൊക്കെ എടുത്താൽ മലപ്പുറത്തിന്റെ LGS ലിസ്റ്റിൽ ഒരുപാട് പേര് കിടപ്പുണ്ട്. പക്ഷേ അവിടെ ഒരു നിയമന നിരോധനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് കായിക താരങ്ങൾക്കൊന്നും നിയമനം കൊടുത്തിട്ടില്ലായിരുന്നു. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇപ്പോൾ 350 കായിക താരങ്ങൾക്കാണ് നിയമനം കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ ഒരു അനീതി സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ 350 പേർക്ക് ഒരുമിച്ച് നിയമനം നൽകുമ്പോൾ ഒരൊറ്റ ലിസ്റ്റിൽ നിന്ന് ഇത്രയും പേർക്കുള്ള അവസരം അവിടെ ഇല്ലാതാകും. അതുമാത്രമല്ല ആശ്രിത നിയമനം ഭയങ്കര ഒരു കാര്യമാണ്. അതിനൊരു അനുപാതം പാലിക്കണം എന്ന് ചട്ടമുണ്ട്. പക്ഷേ എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി എല്ലാവർക്കും ആശ്രിത നിയമനം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അതും ഈ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ പഠിച്ച് പാസ്സായി ലിസ്റ്റിൽ കയറിയവരെയാണ് ഇതൊക്കെ ബാധിക്കുന്നത്. ഒഴിവുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പുതിയ തസ്തികകളൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഏകീകരണം നടക്കുന്നതിനാൽ അവിടെ 1.5 വർഷമായിട്ട് യാതൊരു നിയമനങ്ങളും നടന്നിട്ടില്ല. LGS റാങ്ക് ലിസ്റ്റ് ഈ അടുത്ത മാസം 31-ാം തീയതി അതിൻ്റെ കാലാവധി തീരും. സർക്കാരിൻ്റെ മറ്റൊരു വഴിയാണ് പ്രൊമോഷൻ ഡിലേ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോഷനൊക്കെ ഒന്ന് ഡിലേ ചെയ്യിപ്പിച്ച് ഒന്ന് ചവിട്ടി പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടിയാൽ അയാൾ മുമ്പിരുന്ന പോസ്റ്റുകളിലേക്ക് മറ്റൊരാൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ താഴെത്തട്ടിൽ വേക്കൻസി വരും. അപ്പോൾ ഈ വേക്കൻസി ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ മറ്റൊരു അടവ് നയം. റിസർവേഷൻ്റെ പരിധിയെല്ലാം കഴിഞ്ഞ് 41 വയസ്സായൊക്കെ ഉള്ളവരുടെയൊക്കെ കാര്യമാണ് കഷ്ടം. അവർക്ക് നിരാശ മാത്രമാണ് ബാക്കി. രാവും പകലും കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നു, നിയമനത്തിന് അർഹതയുണ്ടായിട്ടും സർക്കാരിൻ്റെ നയങ്ങളാൽ നിയമന നിരോധനം കൊണ്ട് കിട്ടാത്തവർ, അവരവരുടെ 41 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കണം. ഇവരൊക്കെ ഇവരുടെ നല്ല കാലമാണ്, യൗവനമാണ്, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സമയമാണ് ഈ സർക്കാർ ജോലിക്ക് വേണ്ടി പാഴാക്കി കളയുന്നത്. അപ്പോൾ സർക്കാരിന് അറ്റ്ലീസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് നിയമനം നടത്താനുള്ള റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് ഇവർക്കെല്ലാം ആശ കൊടുക്കുന്നത്? എന്തിനാണ് ഇവരെയൊക്കെ ഇങ്ങനെ വർഷങ്ങളോട് ഇരുന്ന് പഠിപ്പിക്കുന്നത്? അപ്പോൾ കൊടുക്കാനല്ല, വേക്കൻസി ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വിളിക്കാതിരുന്നൂടെ? ആ ഒരു മര്യാദയെങ്കിലും കാണിച്ചുകൂടെ? അവർക്ക് വേറെ പണിക്ക് പോകാമല്ലോ ആ സമയത്ത്. 14 ജില്ലകളിലും മരവിച്ച് കിടക്കുന്ന റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട നീനുവിനെയും സരസ്വതിയെയും പോലുള്ള എത്ര പേരാണുള്ളത്. അവരുടെയൊക്കെ പ്രതീക്ഷകൾക്ക് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാകുമോ? ഈ PSC വഴിയുള്ള നിയമനങ്ങൾക്ക്, അത് പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ LGSൻ്റെയൊക്കെ കാലാവധി അടുത്ത മാസം അവസാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ലിസ്റ്റുകൾക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു വിലങ്ങുതടിയായി മാറിയിരിക്കുകയാണ്. കാരണം അവിടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമ്പോഴത്തേക്ക് നോർമൽ ഗതിയിൽ നിയമനങ്ങൾ സാധ്യമല്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിന് വകുപ്പുകളൊന്നും ഒരു മുൻകൈയും എടുക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഈ LDC, LGS ഈ ലിസ്റ്റുകളോട് നമുക്ക് തോന്നുന്ന സഹതാപം പലപ്പോഴും ഈ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരോടോ ഒന്നും നമുക്ക് തോന്നാറില്ല. അതിനൊരു കാര്യം ഉണ്ട്. അതായത് LGS എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിലുള്ള പോസ്റ്റ്, LDC ഒക്കെ സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ IAS എന്നാണ് അത് അറിയപ്പെടുന്നത്. എന്നാൽ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോൾ ഒരു എലൈറ്റ് ക്ലാസ് കയറുമ്പോഴത്തേക്ക് ഗസറ്റഡ് പോസ്റ്റ്, ലക്ഷത്തിനടുത്ത് ശമ്പളം. അപ്പോൾ ഈ ഒരാളെ നിയമിക്കുന്നതിന് പകരം ഒരു 6 സാധാരണക്കാരെ അല്ലെങ്കിൽ ഒരു LGS ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു 5 പേർക്ക് പകരം ജോലി കൊടുത്തൂടെ എന്നൊക്കെയുള്ള ചിന്ത, അതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ചിന്തയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു ഇനിക്വാളിറ്റിയുടെ പ്രശ്നമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ചിന്തിക്കണം. ആരോടാണ് നമുക്ക് ഇങ്ങനെ ഒരു വിരോധം തോന്നുന്നത്? കഷ്ടപ്പെട്ട് പഠിച്ച് സർക്കാർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരോടാണ്. മറിച്ച് നമ്മൾ അറിയാതെ, ഇതൊക്കെയാണ് സുതാര്യമായി നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. എന്നാൽ ലക്ഷങ്ങൾ കോഴ കൊടുത്ത്, ലക്ഷങ്ങളെന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 ഇങ്ങനത്തെ ലക്ഷങ്ങളല്ല, കോടിയുടെ അടുത്തുള്ള ലക്ഷങ്ങൾ. 65 പഴങ്കഥ, 80, 1 കോടി വരെയും. 1 കോടി ടച്ച് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. എനിക്കറിയാവുന്ന കേസുകളിലൊക്കെ 80 ലക്ഷം, 65 ലക്ഷമൊക്കെ ഉണ്ട്. അതൊക്കെ കോളേജുകളിൽ. സ്കൂളുകളിൽ വരുമ്പോൾ 50 ലക്ഷവും അത് അടുപ്പിച്ച്, കോളേജുകളിലാകുമ്പോഴത്തേക്ക് 50 ലക്ഷത്തിന് മുകളിലോട്ട് വിഷയം പഠിപ്പിച്ച് മാറും. ഇംഗ്ലീഷൊക്കെ ആകുമ്പോഴത്തേക്ക് 1 കോടി വരെയും പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് അറിയാൻ സാധിക്കുന്നത്. അല്ലാതെ ആരോ പറഞ്ഞു എന്തോ പറഞ്ഞു എന്നൊന്നുമല്ല. ഇതൊക്കെ ഒരു പരസ്യമായ രഹസ്യം തന്നെയാണ്. കോടതി വരെ ഇപ്പം സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ടല്ലോ, ഇത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഇവിടെ നിയമനം നടത്തുന്നതെന്ന്. കാരണം ഒരുപാട് അഡ്വാൻറ്റേജ് ഈ കയ്യിൽ കാശുള്ളവന് കിട്ടും. എന്താണെന്ന് പറഞ്ഞാൽ സർവീസ്, സർക്കാർ കൊടുക്കുന്ന ശമ്പളം മാത്രമല്ല. ഇനി പെൻഷൻ്റെ കാര്യം ഒന്ന് നോക്കിക്കോട്ടെ. പെൻഷൻ ഇവിടെയൊക്കെ ഇപ്പോൾ ഇത്രയും നാൾ സ്റ്റാറ്റ്യൂട്ടറി ആയിരുന്നല്ലോ, ഇനിയാണല്ലോ പങ്കാളിത്ത പെൻഷനിലേക്ക്. ഈവൻ പങ്കാളിത്തമായാലും ഈ പറയുന്നതൊക്കെ ബാധകമാണ്. കാരണം ഇവർക്ക് സർവീസ് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം എന്താ, PSC പരീക്ഷ എഴുതി. ഇപ്പം നടക്കുന്ന ഈ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റ് 2020 വിളിച്ച വിജ്ഞാപനം, 2020 പരീക്ഷ നടത്തുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അപ്പം ഈവൻ ചിലപ്പോൾ 19 വിജ്ഞാനം വന്നോ അല്ലെങ്കിൽ 20, എനിവേ 5 വർഷമായി. അപ്പോൾ ആ 5 വർഷം ഡിലേ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അടുത്ത വർഷമാണ് തീരുന്നത്. അപ്പോൾ ടോട്ടൽ മിനിമം 6 years, 6 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ കയറുന്നത്.
കയ്യിൽ കാശുണ്ടോ ഡയറക്റ്റ് എന്ന് കയറാം. 6 വർഷത്തെ സർവീസാണ് അവർക്ക് അധികം കിട്ടുന്നത്. ഇവർക്ക് ശമ്പളം, പെൻഷൻ ഇതെല്ലാം സർക്കാരാണ് കൊടുക്കുന്നത്. നമ്മൾ പോലും അറിയാതെ ഖജനാവിലെ കാശ് ഇങ്ങനെ അന്യായമായി കയറുന്നവർക്ക് കൊടുക്കുന്നു. അതിലൊന്നും നമുക്ക് ആർക്കും പരാതിയില്ല. എന്നാൽ ഇപ്പോൾ ഈ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറുന്നവർക്ക് നമ്മൾ അവരുടെ കാര്യമൊക്കെ വിടും. അവരൊരു എലൈറ്റ് ക്ലാസ്സായി മാറുന്നു, ശരിയാണ്, അവരുടെ കാര്യം വിടും. നമ്മൾ ഒരാൾ സാധാരണക്കാരന് ഒരു ടീച്ചർ ആവണം. ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം സ്കൂളിൽ പഠിപ്പിക്കാനല്ല ഇഷ്ടം, കോളേജിൽ പഠിപ്പിക്കാനാണ് നമുക്കിഷ്ടം. ശമ്പളം എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു പാഷൻ, ഒരു കോളേജ് ലെക്ചർ, ഒരു കോളേജിൽ പഠിപ്പിക്കണം എന്നൊരു പാഷൻ തോന്നുന്നത് ഇത്രയ്ക്ക് വലിയ ഒരു കുറ്റമാണോ? അങ്ങനെ പാഷൻ തോന്നുന്നവർക്ക് ഇവിടുത്തെ പ്രൈവറ്റ് കോളേജിലല്ലാതെ സർക്കാരിൻ്റെ കോളേജിൽ പഠിപ്പിക്കാൻ ഇവിടെ യാതൊരു അവകാശവുമില്ലേ? അല്ലെങ്കിൽ ഇവിടെ സർക്കാർ ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് കോളേജുകളിൽ അവരെ അടുപ്പിക്കത്തേ ഇല്ലല്ലോ. ഇനി മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ എയ്ഡഡ് കോളേജുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നതെങ്കിൽ എയ്ഡഡ് കോളേജിൽ ജോലി ചെയ്യുന്ന എത്ര പേർക്ക്, അല്ലെങ്കിൽ ഈ എയ്ഡഡ് കോളേജിൽ എന്തെങ്കിലുമൊക്കെ കയറുന്നത് മീൻസ് ചിലപ്പോൾ ലേറ്റായിട്ട് എയ്ഡഡ് കോളേജിൽ കയറുന്നവർ കാണും. ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ലിസ്റ്റിൽ ഈ എയ്ഡഡ് കോളേജിൽ പഠിപ്പിക്കുന്നവരും ഉണ്ടോ? അവർക്ക് ഒരിക്കലും അവർ ആ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള ഒരു ലിസ്റ്റിലും അവർ പെടില്ല. അവർക്ക് ആ മെറിറ്റിൽ കിടക്കുന്നവരുടെ വിഷമം മനസ്സിലാകത്തേയില്ല. അതുകൊണ്ട് ഇപ്പോൾ കോടതി ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. സർക്കാരിന് ഈ കോടതി ചോദ്യം ചോദിച്ചത് ഒരു മറയാക്കി എന്തെങ്കിലും ഒരു ശക്തമായ തീരുമാനം എടുക്കാനുള്ള അവസരമാണ് ഇവിടെ തുറന്നു വന്നിരിക്കുന്നത്. ഈ എയ്ഡഡ് കോളേജുകളിലെ നിയമന കോഴ അവസാനിപ്പിക്കേണ്ടതാണ്. മാത്രമല്ല, ആരിനാണ് എയ്ഡഡ് സ്ഥാപനങ്ങൾ നടത്തുന്നത്? ജാതി മത സംഘടനകളാണ് നടത്തുന്നത്. ഇവർക്ക് കൊണ്ടുപോയി ലക്ഷങ്ങൾ കൊടുത്ത് ഇവരുടെ മത ധ്രുവീകരണം നടത്തുകയും അതിനുള്ള മത സംഘടനകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഇൻഡയറക്റ്റ് കാര്യം കൂടിയാണ് സർക്കാർ അനുവദിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിന് എല്ലാം ഒരു അറുതി വരുത്താൻ പറ്റിയ ഒരു അവസരമാണ്. മാത്രമല്ല, ഇവർക്കൊക്കെ നീതി നിഷേധിക്കപ്പെടും എന്നുള്ള ഒരു കാര്യവും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഈ നീതി നിഷേധിക്കപ്പെടുന്ന യുവാക്കൾ ഒരുപാട് പേര് പഠിച്ച് കഷ്ടപ്പെട്ട് വരുന്നവർക്ക് ഒരു എന്തെങ്കിലും ഒരു ആശ്വാസത്തിനൊരു കിരണമാകും അങ്ങനെ സർക്കാർ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ എന്ന് മാത്രം കൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.